നാഗ്പൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പാൻ മസാല വിറ്റുകയറുന്ന ഒരു 10 വയസ്സുകാരൻ തന്റെ കുടുംബത്തെ നോക്കാനായി തുടങ്ങിയ ഒരു ചായക്കടയുടെ കഥയുണ്ട്. ഒരു ചായക്കട എന്ന ബിസിനസ് സ്വപ്നം നമ്മളിൽ പലർക്കും ഉണ്ട് അല്ലേ? എന്നാൽ ജീവിക്കാനായി ഓർമ്മ വെച്ച കാലം മുതലേ ചെയ്യേണ്ടി വന്ന ജോലിയിൽ സ്വന്തമായി ഒരു സ്റ്റൈലും ഇഷ്ടങ്ങളും കൊണ്ടുവന്നവർ എത്ര പേരുണ്ട്? പഴയ രവീന്ദ്രനാഥ ടാഗോർ മന്ദിരത്തിന്റെ കീഴിൽ കുറെ വഴിയോര കച്ചവടക്കാരുടെ ഇടയിൽ പാൻ മസാലയും തമ്പാക്കും കുറച്ചുപേർക്കുള്ള ചായയും തോളിലേറ്റി ആ പയ്യൻ ദിവസങ്ങളോളം അലഞ്ഞിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചാലേ തനിക്ക് കച്ചവടം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ കച്ചവട ശൈലിയിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്നു. തന്റെ ഇഷ്ടനടൻ രജനീകാന്തിന്റെ സ്റ്റൈലുകളും പ്രിയ നടൻ ജോണി ഡെപ്പിന്റെ ഹെയർ സ്റ്റൈലും അതേപടി പകർത്തി അയാൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. ചായയും സിഗരറ്റും ഒരു വികാരമായി തന്റെ കസ്റ്റമേഴ്സിന്റെ ചുണ്ടിലേക്ക് സിഗരറ്റ് വെച്ചുകൊടുത്ത് അത് സ്റ്റൈലിൽ കത്തിച്ചും തന്റെ സ്റ്റൈലൻ ചായയടിയിലൂടെയും ചായ കൊടുക്കുമ്പോൾ അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഡോളി താപ്രി എന്ന സാധാരണ ചായക്കടക്കാരൻ സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ച് ലോക ശതകോടീശ്വരന്മാരിൽ ഒരാളായ ബിൽഗേറ്റ്സ് ഉൾപ്പെടെ പല സെലിബ്രിറ്റികളും ചായ കുടിച്ച് ട്രെൻഡിംഗ് ആവാൻ പോകുന്ന ഡോളി ചായവാല ആവുമെന്ന്.